എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ബസ്സിൻ്റെ മോഡുകളൊക്കെ നമ്മുടെ ETS2 എങ്ങനെ കയറ്റാം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ KSRTCയുടെ മോഡ് ആണെന്ന് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് വേണം. പിന്നെ എല്ലാവർക്കും ETS2 1.30 1.31 പിന്നെ പുതിയ വേർഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യം നിങ്ങളുടെ ബ്രൗസറിൽ എടുത്തിട്ട് ഞാൻ അടിയിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഷെയർ മോഡ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനല്ല മെസ്സേജിൽ കമൻറ്റിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ KSRTC മോഡ് ബൈ ടീം EMR കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. പരസ്യം വരുമ്പോൾ സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യണില്ല. പിന്നെ ഇത് 1.31 1.37 സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ 1.37 1.31 ആണ് ഇതിലിപ്പോൾ കറൻ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളതിൽ യൂറോ ട്രക്ക് സിമുലേറ്റർ 2 കൊടുക്കുക. ഇതിൽ ഞാനിപ്പോൾ മോഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ന്യൂ കൊടുത്തിട്ട് ഫോൾഡർ കൊടുക്കുക. എന്നിട്ട് മോഡ് കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. മോഡ് കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം, ഓപ്പൺ ചെയ്ത് പേസ്റ്റ് ചെയ്യുക. നമ്മളിത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോഡ് ഡൗൺലോഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ETS2 ഉള്ളിലുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ETS2 ആദ്യം ഓപ്പൺ ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ മോഡ് മാനേജറിൽ പേസ്റ്റ് ചെയ്ത സാധനം വന്നിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ 1.37 ആയതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്, റെഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1.31 അല്ലേ നമ്മുടെ വേർഷൻ, അത് കാരണം കൊണ്ടാണ് 1.31 മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ മോഡ്സൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കൺഫേം ചേഞ്ചസ് കൊടുക്കാം. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഓരോ മോഡ്സിനും ഓരോരോ ഡീലറുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അശോക് ലൈലാൻഡ് ബസ് മേടിക്കുകയാണെങ്കിൽ അത് അശോക് ലൈലാൻഡിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ടാറ്റ അശോക് ലൈലാൻഡിൽ കിട്ടില്ല. അതുപോലെ തന്നെ ഇതിലിപ്പോൾ സ്കാനിയ, ഡെഫ്, അങ്ങനെ പറഞ്ഞ റിനാൾട്ട് അങ്ങനെ പറഞ്ഞ കുറേ ഡീലർമാരുണ്ട്, ട്രക്ക് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലാണ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ KSRTC കിട്ടണമെങ്കിൽ, ഈ മോഡ് കിട്ടണമെങ്കിൽ നമ്മൾ സ്കാനിയ ഡീലർ അമർത്തണം. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം എടുക്കുക. എന്നിട്ട് സെലക്ഷൻ ഡീലർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ KSRTC ഇവിടെ വന്ന് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കോഴിക്കോട് ടിപ്പോലെ വണ്ടിയാണ്. അപ്പോൾ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് കിടക്കണം, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് കോൺഫിഗറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. എൻജിൻ ചേഞ്ച് ചെയ്യാം. എൻജിൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതിപ്പോൾ ഇതായിട്ട് തന്നെ കിടക്കണത്. നമുക്കിതിൽ ലിവറുകൾ മാറ്റാം, സ്കിന്നുകൾ മാറ്റാം. അപ്പോൾ ഇത് പിങ്ക് ബസ് അതൊന്നല്ല, ഇതൊക്കെ വെറുതെ കൊടുത്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇതില്ല, റിയാലിറ്റി ഇല്ല, സിമുലേഷൻ ഇല്ല. ഇതിൽ പിന്നെ സൂപ്പർ എക്സ്പ്രസ് ഉണ്ട്, മലബാറുണ്ട്. മലബാറൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് പാസഞ്ചറാണെന്ന് തോന്നുന്നത്, ഫാസ്റ്റ് പാസഞ്ചർ. പിന്നെ KSRTC രാജധാനിയൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന് സംശയമാണ്. ഞാനിപ്പോൾ മലബാറാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ മലബാർ എടുത്തു. പിന്നെ നമ്മളിതിൽ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി മാറ്റാൻ പറ്റുള്ളൂ. ഷട്ടർ ഇടണമെങ്കിൽ ഇടാം, അല്ല പാസഞ്ചേഴ്സ് വയ്ക്കണമെങ്കിൽ വയ്ക്കാം. പിന്നെ ഷട്ടർ ഉണ്ടായിരുന്നല്ലോ, ഷട്ടേഴ്സ് അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഞാൻ ക്ലോസ് ചെയ്താൽ വിസിബിലിറ്റി പോവും. പിന്നെ ഇതുണ്ട്, കണ്ണാടി ഉണ്ട്. പിന്നെ വണ്ടിയിൽ ടയർ വയ്ക്കണമെങ്കിൽ ടയർ വയ്ക്കാം. ഇപ്പോൾ വണ്ടിയിലുള്ള പോലെ തന്നെയാണ് സ്റ്റോക്കായിട്ട് തന്നെ വയ്ക്കണത്. പിന്നെ ഇതൊക്കെ സെയിം ആയിട്ടുള്ള രീതിയാണ്. ഇതൊന്നും എല്ലാവരും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും സെയിം ആയിട്ട് ഇനി വെക്കേണ്ട കാര്യമൊന്നുമില്ല.
KSRTC ഓക്കെ. അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കാം. അപ്പോൾ വണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പർച്ചേസ് കൊടുക്കാം, യെസ് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സേവ്ഡ് പ്രൊഫൈൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലിങ്ങനെ കുറേ കാണിക്കും കേട്ടോ. ഇതിലൊക്കെ ആൾക്കാർ മേടിച്ചിട്ടുണ്ടെന്നാണ് കാണിക്കണേ. അപ്പോൾ നമ്മൾ ആളില്ലാത്ത ഈ ഭാഗത്ത് നിന്ന് ആളില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കാം. അപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ഹാൻഡ് ബ്രേക്ക് ഇടണം. പിന്നെ ഇതിൽ നമുക്ക് ഷിഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു മോഡായിട്ട് വരാം. ഇതിലിപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചെയ്യണം, പിന്നെ മാപ്പുകൾ ചെയ്യണം, പിന്നെ ഇതിൽ നോ ഡാമേജും സേവ്ഡ് പ്രൊഫൈലൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ചെയ്യാം. അപ്പോൾ ഇത് വലിയ പേടിയൊന്നുമില്ല. നമ്മൾ ഗൂഗിളിൽ സേവ്ഡ് പ്രൊഫൈലിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.